JNU സംഭവത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് NDA യോഗത്തിൽ പ്രധാനമന്ത്രി. ലോക്സഭയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കണമെന്നും MP-മാർക്ക് നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. രാജ്യസഭയിൽ നാളെ ചർച്ച. ജാതി വിവേചനം അവസാനിപ്പിക്കാൻ രോഹിത് ആക്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് തലസ്ഥാനത്ത് ചലോ ഡൽഹി മാർച്ച്. രാജ്യദ്രോഹ കേസിൽപ്പെട്ട JNU വിദ്യാർത്ഥികൾ കീഴടങ്ങണമെന്ന് ഡൽഹി ഹൈക്കോടതി. ഹർജികൾ നാളെ പരിഗണിക്കും. പാമോലിൻ കേസിൽ മുൻ ധനമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് വിജിലൻസ് കോടതി. ഫയലുകളെല്ലാം ഉമ്മൻചാണ്ടി കണ്ടിട്ടുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി S. പത്മകുമാറിനെയും മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി സഖറിയ മാത്യുവിനെയും കുറ്റവിമുക്തരാക്കി. മുഖ്യമന്ത്രി കുറ്റവിചാരണ നേരിടണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മദ്യനയത്തിന്റെ പേരിൽ UDF-ന് പിന്തുണയുമായി കത്തോലിക്ക മെത്രാൻ സമിതി. നിലവിലെ മദ്യനയം പിന്തുടരുന്നവർ ജയിക്കണമെന്ന് KCBC. ഇടതുപക്ഷം മദ്യലോബിക്ക് വഴങ്ങരുത്. ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത ദലിത് വിദ്യാർത്ഥി രോഹിത് വെമുലയ്ക്ക് നീതി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ കൂറ്റൻ വിദ്യാർത്ഥി മാർച്ച്. ചലോ ഡൽഹി എന്ന പേരിൽ രോഹിത് വെമുല ജോയിന്റ് ആക്ഷൻ കൗൺസിലാണ് വിദ്യാർത്ഥി മാർച്ച് സംഘടിപ്പിച്ചത്. രോഹിതിന്റെ കുടുംബവും JNU-വിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ഉമർ ഖാലിദിന്റെ പിതാവും മാർച്ചിൽ പങ്കെടുത്തു. ഉന്നത സർവകലാശാലകളിലെ സാമൂഹ്യ വിവേചനം തടയുന്നതിനുള്ള രോഹിത് ആക്ട് പാസാക്കാൻ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി. രാവിലെ 11-ന് ഡൽഹി ജണ്ടേവാലയിലെ അംബേദ്കർ ഭവനിൽ നിന്ന് മാർച്ച് തുടങ്ങി. രോഹിതിന്റെ അമ്മ രാധിക വെമുല, സഹോദരൻ എന്നിവർ മുൻനിരയിൽ അണിനിരന്നു. ഒപ്പം CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും. ഉന്നത കലാലയങ്ങളിലെ സാമൂഹ്യ വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ രോഹിത് ആക്ട് പാസാക്കുക, രോഹിതിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉയർത്തി. Rohit Act has to come because students, there are Rohit Vemulas in all the universities of India. We do not want one more Rohit Vemula sacrifice for the educational system. ഉച്ചയ്ക്ക് 2 മണിക്ക് ജന്തർ മന്ദറിലെത്തിയ മാർച്ചിനെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി അഭിവാദ്യം അർപ്പിച്ചു. तो हमें एक कानून की जरूरत है, एक ऐसा कानून जो कॉलेजेस में, यूनिवर्सिटीज में डिस्क्रिमिनेशन को बंद करे, जो कॉलेजेस में, यूनिवर्सिटी में जो युवाओं की आवाज है उसको दबाने से रोके. രാജ്യത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് സമരത്തിൽ അണിനിരുന്നത്. വ്യത്യസ്ത വിദ്യാർത്ഥി യുവജന സംഘടനകളും അഭിവാദ്യമർപ്പിച്ച് എത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് സീതാറാം യെച്ചൂരി, D. രാജ, അരവിന്ദ് കെജ്രിവാൾ, ET മുഹമ്മദ് ബഷീർ, JNU വിദ്യാർത്ഥി ഉമർ ഖാലിദിന്റെ പിതാവും വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ പ്രസിഡന്റുമായ SQR ഇലിയാസ് തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഉന്നത കലാലയങ്ങളിൽ നിലനിൽക്കുന്ന സാമൂഹിക വിവേചനത്തിനെതിരായ ശക്തമായ താക്കീതാണ് ചലോ ഡൽഹി സമരം. രോഹിത് വെമുലമാർ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടം നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രത്യാശിക്കാം. ജന്തർ മന്ദറിൽ നിന്നും ക്യാമറ പേഴ്സൺ ഹരി വി നായർക്കും റിപ്പോർട്ടർ സവാദ് മുഹമ്മദിനുമൊപ്പം മിജി ജോസ്, മീഡിയ 1. സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള വൈവിധ്യമായ മുദ്രാവാക്യങ്ങൾ കൊണ്ടും വ്യത്യസ്ത ധാരകളിൽ നിന്നുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ചലോ ഡൽഹി മാർച്ച്. ലാൽ സലാമും നീൽ സലാമും ഇൻകുലാബും ജയ് ഭീമും ഉയർത്തി രാജ്യത്തെ വിദ്യാർത്ഥി മുന്നേറ്റ സമരങ്ങളിൽ പുതുചരിത്രം രചിച്ചാണ് ചലോ ഡൽഹി സമാപിച്ചത്. സാമൂഹ്യനീതിക്ക് വേണ്ടി സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വലിയ വിദ്യാർത്ഥി മുന്നേറ്റമാണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ ഉണ്ടായത്. ജയ് ഭീം, ഇൻകുലാബ് വിളികൾ കൊണ്ടും ഫാസിസ്റ്റ് വിരുദ്ധ, ജാതി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ടും ഡൽഹി നഗരം ഇന്ന് മുഖരിതമായി. हमारा को अरेस्ट करो।
വിശ്വാസികൾക്ക് കനത്ത വേദന തന്നെയായിരുന്നു രോഹിത് വെമുലയുടെ മരണം. ജീവിതത്തിൽ എന്ന പോലെ മരണത്തിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം തന്നെയാണ് ജാതി വ്യവസ്ഥയെ അതിജീവിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും ഇവർക്ക് കരുത്തായിരിക്കുന്നത്. അതിനുദാഹരണം തന്നെയായിരുന്നു ഇന്ന് നടന്ന പ്രതിഷേധ മാർച്ച്. ക്യാമറ പേഴ്സൺ ഹരിവി നായർക്കും റിപ്പോർട്ടർ സവാദ് മുഹമ്മദിനുമൊപ്പം മിജി ജോസ്, മീഡിയ 1. ഹൈദരാബാദ് സർവകലാശാലയിലെ ASA സംഘടനയുടെ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധി ശ്രീ ശ്രീരാഗ് ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ റോജി ജോൺ ഡൽഹി സ്റ്റുഡിയോയിൽ തന്നെ. BJP നേതാവ് ശ്രീ KVS ഹരിദാസ് കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ T ഷാക്കിർ വേളം അദ്ദേഹവും ഡൽഹിയിൽ. CPM നേതാക്കളെ ഞങ്ങൾ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ശ്രീരാഗ്, രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയത്തിൻ്റെ സ്ഥാപനത്തിന് ഇന്നത്തെ ചലോ ഡൽഹി മാർച്ച് ആ അർത്ഥത്തിൽ വിജയമായിട്ടുണ്ടോ? എതിരഭിപ്രായങ്ങളുള്ള വിവിധ സംഘടനകളുടെ സാന്നിധ്യം ഏത് നിലക്കുള്ള വിജയത്തെയാണ് കുറിക്കുന്നത്? ആദ്യമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നെന്ന് വെച്ചാൽ, രോഹിത്തിൻ്റെ ഈ മരണം ഉണ്ടായതിനു ശേഷം നമ്മുടെ ശത്രു ഒന്നാണ്, അല്ലെങ്കിൽ ഒരു ശത്രുവിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടതെന്ന തിരിച്ചറിവാണ് ഈ ഒരു കൂട്ടായ്മയുടെ പിന്നിലുള്ള ഒരു പ്രധാന രാഷ്ട്രീയം. രാഷ്ട്രീയമായിട്ട് പലതരത്തിലുള്ള നിലപാടുകളും പലതരത്തിലുള്ള പ്രത്യയശാസ്ത്ര നിലപാടിലുള്ള പല പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു കൂടുകയും നമ്മുടെ എതിരാളി ഒരു എതിരാളി ആയതുകൊണ്ട് തന്നെ എതിരാളിയെ പരാജയപ്പെടുത്തതിന് ഭാഗമായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറെടുത്തത്. ആ അർത്ഥത്തിൽ വലിയ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥി സംഘടനകൾ, വിദ്യാർത്ഥികൾ, വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, രാഹുൽ ഗാന്ധി തൊട്ട് അരവിന്ദ് കെജ്രിവാൾ തൊട്ട് ബൃന്ദ കാരാട്ട് വരെയുള്ള ആളുകൾ, പരസ്പരം വലിയ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സംഘടനകൾ, എല്ലാവരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. അത് ആ നിലക്കുള്ള കൂട്ടായ്മയ്ക്ക് എത്തിച്ചേരാവുന്ന വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാനാകുന്നുണ്ടോ? രോഹിത് വെമുലയ്ക്ക് നീതി ലഭിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന വിവേചനം ഒഴിവാക്കാനായി നിയമനിർമ്മാണം തന്നെ നടത്തുക എന്ന പ്രധാനപ്പെട്ട ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്ന ആത്മവിശ്വാസമുണ്ടോ ശ്രീരാഗ്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ എല്ലാ സംഘടനകളെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഒരു ഒരു രോഹിത് ആക്ട് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അത് ഉണ്ടാകാൻ ഇടയാകുന്ന പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഞങ്ങളുടെ ഒപ്പം നിൽക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ള കോൺഗ്രസ്, CPM തുടങ്ങിയ എല്ലാ സംഘടനകളും ഞങ്ങൾക്ക് വേണ്ടി അവിടെ സംസാരിക്കുകയും രോഹിത് ആക്ട് തീർച്ചയായും നടപ്പാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോഴും തിരിച്ചു വരാം. ശ്രീ T ഷാക്കിർ, ഏത് നിലക്ക് പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ചലോ ഡൽഹി മാർച്ച്? ഏത് നിലക്കുള്ള വിജയമാണ് അതിനുണ്ടായിട്ടുള്ളത്? ഇന്നത്തെ മാർച്ചുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പല മേഖലയിലായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ വിരുദ്ധ മോഡി ഭരണകൂടത്തിൻ്റെ നയനിലപാടുകളോട് വിയോജിച്ചുകൊണ്ട് പ്രതിരോധങ്ങൾ കെട്ടിപ്പടുക്കുന്ന ധാരാളം മുന്നണികളും പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയിലുണ്ട്. അത്തരം ആളുകളുടെ വളരെ വിപുലമായ ഒരു ഐക്യനിര വളരെ ശക്തിയായ സ്വഭാവത്തിൽ തന്നെ തലസ്ഥാന നഗരിയിൽ അരങ്ങേറി എന്നതാണ് ഇന്നത്തെ മാർച്ചിൻ്റെ ചരിത്രപ്രധാനമായ ഒരു പ്രത്യേകത. ഇതിനെ ഇന്ത്യയിലെ എല്ലാ മേഖലയിലുമുള്ള മതേതര ജനാധിപത്യവാദികളെ ഏകോപിപ്പിക്കുന്നതിൽ BJPയും നരേന്ദ്രമോദി സർക്കാരും വഹിച്ച പങ്കിനെ നമ്മൾ വിലമതിക്കുന്നു. ഇത്തരമൊരു വിപുലമായ വിശാലമായ ഐക്യനിര ഇന്ത്യയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വളരെ ശക്തമായ വിളംബരമായിരുന്നു ഇന്നത്തെ മാർച്ച്. രണ്ടാമതായിട്ട്, ഇന്ത്യയിലെ കലാലയങ്ങളിൽ, ഉന്നത സർവകലാശാലകളിൽ ഇന്ത്യയിലെ കീഴാള പിന്നോക്ക മുസ്ലിം വിദ്യാർത്ഥി സമൂഹം എത്രയോ കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം വിവേചനങ്ങളുണ്ട്, ധാരാളം പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളോട് തരണം ചെയ്തുകൊണ്ടാണ്, അതിനോട് പോരാടിക്കൊണ്ടാണ് ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ അവിടെ ഓരോ അധ്യയന വർഷവും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ വിവേചനങ്ങളെക്കുറിച്ചാണ് അവർ വളരെ ശക്തമായിട്ട് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുറേ കൂടി രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ കൊണ്ടുവരാൻ ഈ മാർച്ചിലൂടെ കഴിഞ്ഞു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. പക്ഷേ ശ്രീ T ഷാക്കിർ, അപ്പോൾ തന്നെയും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും CPMൻ്റെയും മറ്റ് മുഖ്യധാര
സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവരെല്ലാം അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ആളുകൾ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും ഏതെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടോ രാഷ്ട്രീയമായി തങ്ങളെന്തെങ്കിലും കുറ്റം ചെയ്തുവെന്ന തോന്നലോ ഈ സർക്കാരിനില്ല. ഇന്ന് തന്നെയും അല്പസമയം മുമ്പ് NDA യോഗത്തിനകത്ത് പ്രധാനമന്ത്രി JNU വിഷയത്തിൽ പറഞ്ഞത് ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, പൂർണ്ണ ശക്തിയോടുകൂടി പ്രതിരോധിക്കാൻ തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. പാർലമെന്റിനകത്ത് അതിശക്തമായി തന്നെ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങളെ കടന്നാക്രമിച്ചുകൊള്ളാൻ MP-മാർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയതായും വാർത്തകൾ വന്നിരിക്കുന്നു. ഏതെങ്കിലും നിലക്കുള്ള ചലനം, അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഈ സർക്കാരിൽ, നരേന്ദ്രമോദി സർക്കാരിൽ എല്ലാവരും കൂടെ ചേർന്നാൽ പോലും ചെലുത്താനാകും എന്ന് വിശ്വസിക്കുന്നത് ശരിയായ കാര്യമാകുമോ? രോഹിത് വെമുലയുടെ സമരത്തിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ആരാണ് വിജയിക്കുന്നത്, ആരാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. രോഹിത് വെമുലയുടെ സമരമുന്നണിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ ആദ്യഘട്ടത്തിൽ അവഗണിച്ചും പിന്നീട് അടിച്ചമർത്തിയും ഇല്ലാതാക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. പക്ഷെ വളരെ ശക്തമായിട്ട് ആ സമരം ഇന്ന് ഡൽഹിയിലേക്ക് വന്നു. ആ സമരത്തിൽ ഇന്ത്യയിലെ ധാരാളം രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, മനുഷ്യാവകാശ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ അണിനിരന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. രാജ്യ തലസ്ഥാനത്തെ ആയിരങ്ങൾ പങ്കെടുത്ത വലിയ പ്രതിഷേധ റാലിയായി അത് മാറി. ഫലത്തിൽ അത് കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരായ വലിയ പ്രതിഷേധമായിട്ടത് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രവണതകൾ കാണിക്കുന്നത് തീർച്ചയായും ഇതിനെ അഭിമുഖീകരിക്കാതെ, ഇതിനെ അവഗണിച്ചുകൊണ്ടോ ഇതിനെ പുച്ഛിച്ചുകൊണ്ടോ അടിച്ചമർത്തിയോ മോദി സർക്കാരിന് മുന്നോട്ട് പോവുക സാധ്യമല്ല. രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള മുഴുവൻ പ്രക്ഷോഭങ്ങളും വരും കാലങ്ങളിൽ ശക്തിപ്പെടുകയും ഏകീകരിക്കപ്പെടുകയും ചെയ്യും എന്നതിൻ്റെ വളരെ ശക്തമായ പ്രവണതയാണ് ഇന്നത്തെ മാർച്ച് പ്രകടമാക്കിയത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ KVS ഹരിദാസ്, നരേന്ദ്രമോദി സർക്കാരിനെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പക്ഷത്തെ, താങ്കൾ അടക്കം പ്രതിനിധീകരിക്കുന്ന ഈ രാഷ്ട്രീയ പക്ഷത്തെ എതിർപക്ഷത്ത് നിർത്തിയുള്ള ഒരു വിശാലമായ കൂട്ടായ്മയാണ് ഉണ്ടായിട്ടുള്ളത് രോഹിത് വെമുലയുടെ പേരിൽ. ഇന്നിപ്പോൾ അവിടെ താങ്കൾ പറയേണ്ടതില്ലല്ലോ, താങ്കൾക്കറിയാമല്ലോ, ഡൽഹിക്കകത്ത് ഈ ഡൽഹി ചലോ മാർച്ചിൽ വിവിധങ്ങളായി വലിയ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരമുള്ള സംഘടനകൾ തന്നെയും ഒന്നിച്ചണിചേർന്നു രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പേരിൽ. ഞാനൊരു ചായ് വാലയാണ്, പിന്നോക്കക്കാരനാണ് എന്നൊക്കെ അഭിമാനിക്കുകയും നിർണായകമായ സന്ദർഭങ്ങളിൽ ആ കാർഡെടുത്ത് വീശുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ രോഹിത് വെമുല എന്ന പിന്നോക്കക്കാരനായ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയത്തെ പ്രതിപക്ഷത്ത് നിർത്തി അതിനെ അഭിസംബോധന ചെയ്യാൻ മടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സനീഷ്, ഹൈദരാബാദ് ക്യാമ്പസിലുണ്ടായ ആ സംഭവത്തെ അല്ലെങ്കിൽ ആ രോഹിത്തിൻ്റെ ആത്മഹത്യയെ പ്രധാനമന്ത്രി തന്നെ ദൗർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചതല്ലേ ആദ്യമേ തന്നെ. അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ആ സംഭവം ദൗർഭാഗ്യകരം തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഷാക്കിറും മറ്റുള്ള സുഹൃത്തുമൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സർവകലാശാലകളിൽ ജാതീയമായിട്ടും അതുപോലെയുള്ള എന്താ പറയുക പിന്നാക്ക വിഭാഗക്കാർക്കും ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ സൂചിപ്പിച്ചു. കൂടെ ഇപ്പോൾ ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ തുടരുന്നു എന്നാണ് ഇപ്പോൾ അവർ സൂചിപ്പിച്ചത്. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 10-20 മാസം ആവുന്നേ ഉള്ളൂ. അതിനിടയ്ക്കുണ്ടായ പുതിയ സംഭവവികാസങ്ങളൊന്നും അല്ലാതെ. കാരണം കലാലയങ്ങളിൽ ജാതീയതയുടെയും അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയുടെയും അല്ലെങ്കിൽ മുസ്ലിം പിന്നാക്ക വിഭാഗക്കാർക്കുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അവർ സൂചിപ്പിച്ചത്. അത് വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യയിലെ കലാലയങ്ങളിൽ തുടരുന്നു എന്നാണ് അവർ സൂചിപ്പിച്ചത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹൈദരാബാദ് സംഭവത്തിന് ശേഷം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായിട്ട് പഠിക്കാനും ശ്രദ്ധിക്കാനും വേണ്ടിയിട്ട് മാനവശേഷി വിഭവ മന്ത്രാലയം തന്നെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗൈഡ് ലൈൻ തന്നെയാണ്. പക്ഷേ UGCയോട് അത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യാനും ഇവിടെ ഇത്തരം ക്യാമ്പസുകളിൽ ഏതെങ്കിലും വിധത്തിൽ കുട്ടികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക മാർഗദർശനം തന്നെ HRD മിനിസ്ട്രിയിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഗവൺമെൻറ്റിൻ്റേതായ തലത്തിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് പരിഹരിക്കപ്പെടണം എന്ന നിലയിൽ തന്നെയാണത്.
ചില പാളിച്ചകൾ ചില സന്ദർഭങ്ങളിൽ പറ്റിയിട്ടുണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഹൈദരാബാദിലുണ്ടായ സംഭവത്തെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അവിടെ ഉണ്ടായ പ്രശ്നത്തിൻ്റെ തുടക്കം ഇപ്പോൾ JNUവിലുണ്ടായതുപോലെ തന്നെ ഒരു രാജ്യവിരുദ്ധ പ്രചാരണത്തിൻ്റെ ആരംഭം തന്നെയായിരുന്നു അത്. കാരണം അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പുതിയ ട്രെൻഡാണ്. ആ ട്രെൻഡിൻ്റെ തുടക്കം വേണമെങ്കിൽ ഹൈദരാബാദിൽ നിന്നാണ് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ JNUവിൽ കണ്ടത്. പക്ഷെ ആ പയ്യൻ ആത്മഹത്യ ചെയ്തത് ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. അത്തരം പ്രശ്നങ്ങൾ ഒരു ക്യാമ്പസിലും ഉണ്ടാകാൻ പാടില്ല. അത് ഉണ്ടാവാതെ നോക്കേണ്ടത് അധികാരികളുടെയും സർവകലാശാലകളുടെയും ചുമതല തന്നെയാണ്. അത് തർക്കമില്ല അതിനകത്ത്. പക്ഷേ ശ്രീ KVS ഹരിദാസ്, ഇതിൻ്റെ ഫലമായി വന്നത്, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യം മാത്രം നോക്കിയാൽ താങ്കളുടെ ഭാഗത്തെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ രാജ്യവിരുദ്ധ പ്രചാരണത്തിൻ്റെ ആരംഭം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് എതിർപക്ഷത്ത് തീർന്ന ആ സംഘത്തിനൊപ്പം, ആ ഒരു രാഷ്ട്രീയത്തിനൊപ്പം ഇപ്പോൾ എതിരഭിപ്രായങ്ങൾ തന്നെയുള്ള ഒരുപാട് ആളുകൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. ഈ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തിലെ കുട്ടികളോട്, വിദ്യാർത്ഥികളോട് യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ചേരുന്ന അരവിന്ദ് കെജ്രിവാൾ തൊട്ട് രാഹുൽ ഗാന്ധി തൊട്ട് CPMൻ്റെ വൃന്ദ കാരാട്ട് തൊട്ട് പരസ്പര വിരുദ്ധമായ രാഷ്ട്രീയ സൂക്ഷിക്കുന്ന ആളുകളുടെ എല്ലാം ഏക ശത്രുവായി BJP സർക്കാർ മാറുന്നു എന്നാണ്. അതിനവർക്ക് കാരണങ്ങളുണ്ട്. ആ പക്ഷത്തിനെതിർ നിന്നുകൊണ്ട് അവയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ, ഇതിനെ അഭിസംബോധന ചെയ്യാതിരിക്കാൻ, ഇതിലൊട്ടും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അല്ല സനീഷ് പറഞ്ഞ ആ രാഷ്ട്രീയ കൂട്ടായ്മയുണ്ടല്ലോ, ഇപ്പോൾ യെച്ചൂരി, CPI, കോൺഗ്രസ്, കേജ്രിവാൾ, ജനതാദൾ U, ഈ കൂട്ടായ്മ ഈ ഹൈദരാബാദ് സംഭവത്തിന് ശേഷമോ JNU സംഭവത്തിന് ശേഷമോ രൂപം കണ്ടതല്ല. നരേന്ദ്രമോദി ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന അന്ന് തുടങ്ങിയതാണ് ആ കൂട്ടായ്മ. അത് മോഡിയോടുള്ള അല്ലെങ്കിൽ BJPയോടുള്ള അവരുടെ ഒരു അസഹിഷ്ണുതയുടെ ഒരു പ്രകടനം തന്നെയാണ്. കാരണം എന്ത് മോഡി ചെയ്താലും എന്ത് BJP ചെയ്താലും അതിനെ എതിർക്കുക, പാർലമെൻറ്റിൽ ഒരു കാര്യവും നടത്താൻ അനുവദിക്കാതിരിക്കുക, നിയമ ഭേദഗതികളും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സും ഒന്നും അനുവദിക്കാതിരിക്കുക. ആ തരത്തിലെ ഒരു നിഷേധാത്മകമായ സമീപനം CPIയും കോൺഗ്രസും CPMും കേജ്രിവാളും ഈ കൂട്ടരെല്ലാം കൂടി ചേർന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പുതിയ ഭാഗം മാത്രമാണിതിപ്പോൾ. കാരണം അതിൻ്റെ കൂട്ടത്തിലിപ്പോൾ പാർലമെൻറ്റിൽ ഇല്ലാത്ത സോളിഡാരിറ്റിയും കൂടി ചേർന്നിട്ടുണ്ടാവുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഈ വിദ്യാർത്ഥികളുടെ ഈ പുതിയ കൂട്ടായ്മയ്ക്ക് അതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു പുതുമയുണ്ടെന്നോ വിശദീകരിക്കാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ MP രാജേഷ് ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ MP രാജേഷ്, തീർച്ചയായും ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റം, നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള പക്ഷത്തു നിന്നുള്ളൊരു മുന്നേറ്റം ഒരുപാട് ആളുകൾ ചേർന്നുള്ളത് കാണുന്നു. രോഹിത് വെമുലയുടെയും ഇപ്പോൾ JNUവിൽ നടക്കുന്ന സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇത് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണോ? യഥാർത്ഥത്തിൽ മറുപക്ഷത്ത് നിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഏതെങ്കിലും നിലക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന കരുത്തുള്ള കൂട്ടായ്മയാണോ ഇപ്പോഴത്തേത്? ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമായിട്ടോ മറ്റോ അല്ല കാണുന്നത്. ഒരു രാഷ്ട്രീയ സഖ്യം എന്ന നിലയിൽ നിലവിൽ വന്നിട്ടുമില്ല. എന്നാൽ കക്ഷി രാഷ്ട്രീയമായ ഭിന്നതകൾക്ക് അതീതമായ വിശാലമായ രാജ്യ താല്പര്യം ചില കാര്യങ്ങളിൽ പൊതുവിൽ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നു. എന്തുകൊണ്ട് BJP ഗവൺമെന്റിനെതിരായിട്ട് എല്ലാവരും വിമർശനവുമായിട്ട് വരുന്നു? പരസ്പരം വ്യത്യസ്ത നിലപാടുകളുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുള്ള ആളുകൾ പൊതുവിൽ ഏത് പ്രശ്നത്തിലാണ് BJPയെ എതിർക്കുന്നത്? BJP ഗവൺമെന്റ് ഇന്ത്യ എന്ന ഒരാശയത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നു. ആ അടിസ്ഥാന മൂല്യങ്ങളാണ് ജനാധിപത്യം, മതനിരപേക്ഷത, വിയോജിക്കാനുള്ള അവകാശം, വ്യത്യസ്ത അഭിപ്രായം പറയാനുള്ള അവകാശം, ഇത്തരം കാര്യങ്ങളൊക്കെ. ആ അടിസ്ഥാന മൂല്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അടിസ്ഥാനമായ ഈ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ പൊതു നിലപാടെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അത് രാഷ്ട്രീയ സഖ്യമല്ല. ഇതൊരു രാഷ്ട്രീയ സഖ്യമല്ല, തെരഞ്ഞെടുപ്പ് ഇതിൽ പ്രശ്നമേ അല്ല താനും. പക്ഷേ അപ്പോൾ തന്നെയും ഈ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, ഇപ്പോഴത്തെ നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കെതിരായി വന്നിട്ടുള്ള ഈ കൂട്ടായ്മ, ഇത് ഏതെങ്കിലും നിലക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ? അല്ലെങ്കിൽ തെറ്റായ നിലപാടുകളിലൂടെയാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ തിരുത്താൻ മാത്രം ശക്തി ഇപ്പോഴത്തെ കൂട്ടായ്മക്കുണ്ടോ? ഇന്നിപ്പോൾ തന്നെയും NDA യോഗത്തിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല JNU വിഷയത്തിൽ, പാർലമെൻറ്റിൽ അതിരൂക്ഷമായി തന്നെ പ്രതിപക്ഷാരോപണങ്ങൾക്ക് മറുപടി കൊടുത്തുകൊള്ളൂ എന്ന് MP-മാർക്ക് നിർദ്ദേശം നൽകിയതായാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഏതെങ്കിലും നിലക്ക് അതിശക്തമായി അവനവൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അല്ലെങ്കിൽ തിരുത്തലിന് പ്രേരിപ്പിക്കാൻ ഈ കൂട്ടായ്മ സഹായിക്കുന്ന വിധത്തിൽ കരുത്തുള്ളതാണോ?
ഇപ്പോ യഥാർത്ഥത്തിൽ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു വിഭജനം സംഘപരിവാർ ഒരു ഭാഗത്തും രാജ്യത്തെ ജനങ്ങളാകെ മറുഭാഗത്തും എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല. ഇപ്പൊ നോക്കൂ, ഇന്ന് ഡൽഹിയിൽ നടന്ന മാർച്ചിന് അനേകം സംഘടനകളാണ്, വിദ്യാർത്ഥി സംഘടനകൾ, ദളിത് സംഘടനകൾ എല്ലാവരും ചേർന്നാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ദളിതർ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വിവേചനവും വേട്ടയാടലും നേരിട്ടുകൊണ്ടിരിക്കുന്നു. രോഹിത് അതിന്റെ ഒരു രക്തസാക്ഷിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദളിതർ മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ പരിസ്ഥിതി പ്രവർത്തകർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരെയെല്ലാം രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളെ ഈ ഗവൺമെന്റ് ശത്രുപക്ഷത്ത് നിർത്തുന്നു, വേട്ടയാടുന്നു, വ്യത്യസ്ത അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്ന് മാത്രമല്ല, വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് രാജ്യദ്രോഹ കുറ്റമായിട്ട് തന്നെ കണക്കാക്കുകയും ജയിലിലടക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സംഘപരിവാർ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളാകെ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീ എം പി രാജേഷ്, താങ്കളിലേക്ക് വരാം. ചെറിയ ഓഡിയോ പ്രശ്നം കൂടെയുണ്ട്. ശ്രീ റോജി ജോൺ, ശരിയാണ്, സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായി ഒരു വിദ്യാർത്ഥി മുന്നേറ്റം ഉയർന്നു വരുന്നു. JNUവിലും രോഹിത് വെമുലയുടെ രക്തസാക്ഷ്യത്തിന് പിന്നാലെയും ഒക്കെ തന്നെ അങ്ങനെ വരുമ്പോൾ തന്നെയും അതോടൊപ്പം മുഖ്യധാരാ പാർട്ടികളെല്ലാം ചേരുമ്പോൾ തന്നെയും ഇതിനപ്പുറത്ത് ഒറ്റ ശക്തിയേ ഉള്ളൂ എങ്കിൽ പോലും ഇക്കാര്യത്തിൽ എല്ലാവർക്കും അഭിപ്രായ ഐക്യമുണ്ട് എങ്കിൽ തന്നെയും ഈ മുഖ്യധാരാ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള മുഖ്യധാരാ പാർട്ടികൾ ഈ വിഷയത്തിൽ, അതായത് രോഹിത് വെമുലയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച ജാതീയമായ വിഷയങ്ങളിലെടുത്ത നിലപാടുകൾ കൂടെ ഈ ഘട്ടത്തിൽ പുനഃപരിശോധിക്കേണ്ടി വരികയില്ലേ? നരേന്ദ്രമോദി സർക്കാരിനെ മാത്രം ഒറ്റ തിരിച്ച് അവർ മാത്രമാണ് ഇക്കാണായ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി എന്ന് പറയുന്നത് തെറ്റായ കാര്യമാവുകയില്ലേ? ഇപ്പോൾ ഐക്യം പ്രഖ്യാപിക്കുമ്പോൾ തന്നെയും ജാതീയമായിട്ടുള്ള ഈ വിവേചനങ്ങൾക്ക്, കാലങ്ങളായി ഏറ്റുകൊണ്ടിരുന്ന ഈ ജാതീയ വിവേചനങ്ങൾക്ക് കോൺഗ്രസ് അടക്കമുള്ള മുഖ്യധാരാ കക്ഷികൾ വലിയ തോതിൽ കുറ്റക്കാരാണ് എന്നതുകൂടെ സമ്മതിച്ചതിന് ശേഷം മാത്രമല്ലേ ഈ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകാനാവുകയുള്ളൂ? ശ്രീ റോജി ജോൺ. ജാതീയമായ വിവേചനങ്ങൾ അല്ലെങ്കിൽ ലിംഗത്തിന്റെ പേരിലുള്ള വിവേചനങ്ങൾ ക്യാമ്പസിലും രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമുക്ക് ആ വിഷയത്തിൽ നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വെമുലയുടെ ആത്മഹത്യ ഇതിൽ വ്യത്യസ്തമാക്കുന്നത് ഈ വിവേചനങ്ങൾ നിലനിൽക്കെ തന്നെ ഒരു സർക്കാരിന്റെ, ഒരു ഭരണകൂടത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തെ വ്യത്യസ്തമാക്കുന്നത്. കാരണം ഒരു ഭരണകൂടം, BJP ഗവൺമെന്റ്, HRD മിനിസ്ട്രി, അതിനകത്ത് പ്രത്യേകിച്ച് അതുപോലെ മറ്റ് BJP നേതാക്കള്, യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ, ഇവരെല്ലാവരും കൂടി ഇതിനകത്ത് ഒന്നിച്ച് പങ്കാളികളായി ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിൽ നിന്ന്, ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുകയും സോഷ്യൽ ബോയ്ക്കോട്ട് ചെയ്യുകയും. ഞാൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാളാണ്. അവിടെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ കുറെ കുട്ടികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി അവര് ഒരു ഷോപ്പിംഗ് ഏരിയയിൽ വന്ന് ടെന്റ് അടിച്ച് കിടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കുകയും അവിടെ അതിനുശേഷം രോഹിത് വെമുലയുടെ ആത്മഹത്യയിലേക്ക് സംഭവങ്ങൾ നീളുകയാണ്. അപ്പൊ ഇവിടെ ഭരണകൂടം ഇതിനകത്ത് കുറ്റക്കാരാണ്, അതിനകത്ത് പ്രതികളാണ് എന്നുള്ളതാണ് ഈ വിഷയത്തെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ അതിനെതിരെയാണ് പ്രതികരിക്കുന്നത്. ജാതീയ വിവേചനങ്ങൾക്കെതിരെ അത് വർഷങ്ങളായി നമ്മുടെ ഒരു സമരമാണ്. നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ ഇന്ന് നമ്മളിപ്പോൾ ഈ വിഷ്വൽസിൽ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, അദ്ദേഹത്തിന്റെ രോഹിത് വെമുലയുടെ അമ്മയും സഹോദരനും ഈ മാർച്ചിലൊപ്പം പങ്കെടുത്ത് അവർ 4-5 കിലോമീറ്റർ മറ്റു വിദ്യാർത്ഥികളോടൊപ്പം നടക്കുകയാണ്. അവരിന്ന് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അവർക്ക് നടക്കേണ്ടി വരുന്ന, അമ്മയ്ക്കും അല്ലെങ്കിൽ ആ സഹോദരനും നടക്കേണ്ടി വരുന്നത്? കാരണം അവരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കാൻ തയ്യാറല്ല. അല്ലെങ്കിൽ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ പോലും, ഒരാവശ്യങ്ങളിൽ പോലും, ഇപ്പം HRD മിനിസ്റ്റർ സ്മൃതി ഇറാനി രാജിവെക്കണമെന്ന ആവശ്യമുണ്ട്, ബന്ദാരു ദത്താത്രേയ രാജിവെക്കണമെന്ന ആവശ്യമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കാതെ തന്നെ വൈസ് ചാൻസലർ പുറത്താക്കണമെന്ന ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ആവശ്യം പോലും ഇവര് നടത്തിക്കൊടുക്കാൻ സർക്കാർ തയ്യാറല്ല. അത്തരം വളരെ കടുംപിടുത്തവുമായിട്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇവര് എന്താണ് ചെയ്യുന്നത്? ഇവിടെ BJPയുടെ വക്താവ് പറയുകയുണ്ടായി, പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചു, ഇതിനെ അപലപിച്ചു എന്ന്. ഏത് സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അപലപിച്ചത്? ഈ രോഹിത് വെമുലയുടെ മരണത്തിന് ശേഷം ദിവസങ്ങളോളം വളരെ കൃത്യമായ നിശബ്ദത പാലിച്ച പ്രധാനമന്ത്രി ലക്നൌവിൽ വെച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ അവിടെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് അവിടെ അദ്ദേഹത്തിന് മുൻപിൽ വെച്ച്
വെച്ച് മുദ്രാവാക്യം വിളിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായത്. അപ്പോൾ ഇത്തരത്തിലെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇവിടെ ഭരണകൂടം ഒത്തുചേർന്നുകൊണ്ട് രോഹിത് വെമുലയെ മരണത്തിലേക്ക് തള്ളിവിട്ടു. അതിനുശേഷം അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഇവർ തയ്യാറല്ല. അത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, ഇവിടെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും അല്ലെങ്കിൽ മദ്രാസ് IIT-യിലായാലും ഡൽഹി IIT-യിലായാലും JNU-യിലായാലും ഇന്ന് സർവകലാശാലകൾക്കെതിരെ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥി സമൂഹങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി സർക്കാർ വളരെ അവരെ വിക്ടിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുവാനും ആ യൂണിവേഴ്സിറ്റികളെ അടച്ചുപൂട്ടുവാനുമുള്ള ഒരു രീതിയിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ പോകുന്നതുകൊണ്ടാണ് ഇന്ന് രാജ്യത്താകമാനം വിദ്യാർത്ഥികള് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റു വ്യത്യാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് ഒന്നിച്ചു വരുന്നതും ഇന്ന് സർക്കാരിനെതിരെ സമരവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അവിടെ യൂണിവേഴ്സിറ്റികളുടെ മേൽ കടന്നുകയറ്റമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമിയിൽ കടന്നുകയറ്റമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവര് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ, എന്ത് പരിഷ്കാരങ്ങളാണ് നടത്തുന്നത്? അവിടെ യൂണിവേഴ്സിറ്റികളുടെ HRD-ക്കുള്ള, അതായത് മാനവ വിഭവശേഷി വകുപ്പിനുള്ള ഗവൺമെന്റിന്റെ ഫണ്ട് അലോക്കേഷൻ തന്നെ 24% വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ മൊത്തത്തിൽ തകർക്കുവാനുള്ള ഒരു ഗൂഢശ്രമം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് RSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ശ്രമത്തെ ചെറുക്കാനാണ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും എല്ലാ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ആളുകളും നേർക്കുനേർ നിൽക്കുന്ന ശത്രു ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും ഇതുവരെ ജാതി എന്ന വിഷയത്തിൽ ജാതീയമായിട്ടുള്ള വിവേചനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതു പാർട്ടികൾ അടക്കമുള്ളവർ സ്വീകരിച്ച നിലപാടുകളിൽ വലിയ മാറ്റമുണ്ടാകേണ്ടതുണ്ട് എന്ന ചിന്തയിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ടോ? രോഹിത് വെമുലയുടെ ആത്മഹത്യ, രക്തസാക്ഷിത്വം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ഏത് നിലക്കാണ് മുന്നോട്ട് പരിവർത്തിപ്പിക്കേണ്ടത് രാജ്യം? ഒന്ന്, ഇടതുപക്ഷം എക്കാലത്തും ജാതി വിവേചനത്തെ ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷം ഏറ്റവും ആദ്യം ഏറ്റെടുത്തിട്ടുള്ള സമരം നാടുവാഴിത്തത്തിന്റെ സാമ്പത്തിക ബന്ധങ്ങൾക്ക് എതിരായ സമരത്തോടൊപ്പം തന്നെ ഈ സാമൂഹികമായ ജാതീയമായ വിവേചനത്തിനെതിരായ സമരം കൂടിയായിരുന്നു. കേരളത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം മുതൽ പാല്യം സത്യാഗ്രഹം വരെയുള്ള ഉദാഹരണങ്ങളുണ്ട്. പലതും, പ്രത്യേകിച്ച് പാലിയം പോലുള്ള സമരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത്. ബംഗാളിലും അതിന് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ അജണ്ടയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയിൽ ഏറ്റവും മുൻപിലുണ്ടായിരുന്ന, എക്കാലത്തും ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ് ജാതീയമായ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള സമരം. ഇന്ത്യയിലെ വർഗ സമരത്തിന് ജാതി വിരുദ്ധമായ സമരത്തിന്റെ ഉള്ളടക്കം കൂടിയുണ്ട് എന്ന് വിലയിരുത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത് പുതിയ കാര്യമല്ല. അക്കാര്യം ഞങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസുകളിലെല്ലാം ഇക്കാര്യം പാർട്ടി കോൺഗ്രസുകൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിലും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രത്യയശാസ്ത്ര പ്രമേയത്തിലും എല്ലാം ഇക്കാര്യം ഊന്നി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോ ആ രാഷ്ട്രീയം കൂടുതൽ സജീവമായിട്ട് ഉയർന്നു വരുന്നു. കാരണം എന്താ? BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം BJPയും RSS ആണല്ലോ BJPയുടെ പ്രത്യയശാസ്ത്ര രക്ഷാകർത്തൃത്വം RSSനാണല്ലോ. RSSന്റെ പ്രത്യയശാസ്ത്രം മനുസ്മൃതിയിൽ അധിഷ്ഠിതമാണ്, ജാതിവാദത്തിൽ ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമാണ്. RSS വിഭാവനം ചെയ്യുന്ന ഹിന്ദു രാഷ്ട്രം തന്നെ ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദു രാഷ്ട്രമാണ്. RSSന്റെ ഉത്ഭവം തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടായിരുന്നില്ല. പിന്നോക്കക്കാർ വിഭാഗങ്ങളും പട്ടികജാതി വിഭാഗങ്ങളും ഉയർന്നു വരുന്നതിനെതിരായിട്ടാണ് മഹാരാഷ്ട്രയിൽ 57 ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരുടെ നേതൃത്വത്തിൽ RSS ഉണ്ടാവുന്നത്. അത് പിന്നീട് മുസ്ലിങ്ങൾക്ക് കൂടി എതിരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം സഹജമാണ്, ജന്മസിദ്ധമാണ് ഈ ജാതിവാദം എന്നുള്ളത്. അതുപോലെ മനുസ്മൃതിയോടുള്ള അതിലുള്ള വിശ്വാസം എന്നുള്ളത്, അത് ആ പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ് ഇപ്പോൾ BJP അധികാരത്തിൽ വന്ന ശേഷം ദളിതർ വ്യാപകമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗം. രണ്ടാമത്തേത്, ഇതിനൊരു സാമ്പത്തികമായിട്ടുള്ള വശം കൂടിയുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നു ജാട്ട് പ്രക്ഷോഭം, വലിയ വയലന്റ് ആയിട്ടുള്ള പ്രക്ഷോഭത്തിന് ഹരിയാന സാക്ഷ്യം വഹിച്ചു. ഇപ്പൊ അത് രാജസ്ഥാനിലേക്ക് പടർന്നിരിക്കുന്നു. ഗുജറാത്തിൽ പട്ടയ വിഭാഗക്കാരുടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇതേ സമാനമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകുന്നു.
വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, യുവജന പ്രക്ഷോഭങ്ങൾ രാജ്യമാകെ അലയടിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്? രാജ്യത്ത് ഇന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു സാമ്പത്തികമായ തകർച്ചയുടെ കൂടി ഫലമാണ്. ഈ BJP രാഷ്ട്രീയം, സംഘപരിവാർ രാഷ്ട്രീയം വ്യത്യസ്ത ജാതി വിഭാഗങ്ങളെ, മതവിഭാഗങ്ങളെ പരസ്പരം തമ്മിൽ ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ MP രാജേഷ്. സമയം ഒരു ഇടവേളയിലേക്ക് പോകേണ്ടത് അതിക്രമിച്ചതുകൊണ്ടാണ്. ഞാൻ തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന്, മറ്റതിഥികളിലേക്കും വളരെ പെട്ടെന്ന് വരാം, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുകയാണ്. ശ്രീ ശ്രീരാഗ്, ഇതുവരെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് വലിയ തോതിലുള്ള സമരങ്ങൾ നടത്തിയിട്ട് പോലും ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ നടപ്പായിട്ടില്ല. സ്മൃതി ഇറാനിയും ബംഗാരു ദത്താത്രേയും ഒക്കെ അവരവരുടെ സ്ഥാനങ്ങളിലിരിക്കുകയാണ്. അപ്പാറാവുവിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഏത് നിലക്ക് ഈ സമരത്തെ ആവശ്യങ്ങളിൽ അനുകൂലമായ മറുപടി ഉണ്ടായി വിജയിപ്പിക്കാമെന്നാണ് കരുതുന്നത്? ഒപ്പം പലതരം രാഷ്ട്രീയക്കാർ, രാഹുൽ ഗാന്ധി തൊട്ട് അരവിന്ദ് കെജ്രിവാളും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവർ അവരവരുടെ രാഷ്ട്രീയ കളിയുടെ ഭാഗമായി വന്ന് ചേർന്ന് നിൽക്കുന്നു എന്ന് കൂടെ കണ്ടാൽ അത് ശരിയാവുമോ? അതിനു മുമ്പ് എനിക്ക് ശ്രീ ഹരിദാസിനോട് പറയാനുള്ളൊരു കാര്യം, ഓഗസ്റ്റ് 3-ാം തീയതി മുസാഫിർ നഗർ ബാക്കി ചെയ്യുന്ന ഡോക്യുമെന്റ് പ്രദർശിപ്പിച്ചതാണോ താങ്കൾ പറയുന്നത് ദേശവിരുദ്ധമെന്ന് എനിക്കറിയേണ്ട ആവശ്യമുണ്ട്. മുസാഫിർ നഗർ ബാക്കി ചെയ്യുന്ന ഡോക്യുമെന്റ് പ്രദർശിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ABVP ASAക്കെതിരെ പോസ്റ്റ് എഴുതുന്നതും അതിനെ തുടർന്നാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഈ പറയുന്ന കമ്മീഷണറിന്റെ അഫിഡവിറ്റിൽ വരെയുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഈ നുണ പറഞ്ഞുകൊണ്ടാണോ രാഷ്ട്രീയം നടത്തുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല BJPക്കാർ. പിന്നെ ശ്രീ സനീഷ് ചോദിച്ചതിന്റെ ഒരു കാര്യം മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രോഹിത് ആക്ട് നിലവിൽ വരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഡിമാൻഡ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന താങ്കൾ സൂചിപ്പിച്ച 5 ആളുകൾ, അതിൽ ബംഡാരു ദത്താത്രേയ മുതൽ ഈ അപ്പാറാവു, ഇവരാരും പുറത്താക്കുക അല്ലെങ്കിൽ ഒരു ശാസന നടപടി പോലും എടുക്കാൻ BJP തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റിൽ ഇത് ചർച്ചയ്ക്ക് വിധേയപ്പെടുകയും ഇവർ അതിന് എന്ത് മറുപടി നൽകുമെന്നനുസരിച്ചായിരിക്കും ഞങ്ങളുടെ ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്യുക. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങളോടൊപ്പം ചേരുന്നത് അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത്, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രോഹിത് ആക്ട് നടപ്പാക്കുക, രോഹിത്തിന് കുടുംബത്തിന് കോമ്പൻസേഷൻ വാങ്ങി നൽകുക, ആശ്രയ നിയമനം നടപ്പിലാക്കുക, അപ്പാറാവ് എന്ന് പറയുന്ന VC ആവാൻ ഒരു തരത്തിലും ഇനി യോഗ്യനല്ലാത്ത ഒരാളെ VC സ്ഥാനത്ത് മാറ്റുക, തുടങ്ങിയ വളരെ ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് നടപ്പിലാക്കുന്നവരെ ഞങ്ങൾ സമരം തുടരുക തന്നെ ചെയ്യും. ശ്രീ T ഷാക്കിർ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ആരംഭമായിരുന്നു അവിടെ എന്നാണ് ഇപ്പോഴും ഇക്കാലം അത്രയും കഴിഞ്ഞതിന് ശേഷവും BJPയുടെ വക്താക്കൾ വന്ന് ടെലിവിഷൻ ചർച്ചകളിലടക്കം പറയുന്നത്. കേന്ദ്ര സർക്കാരിനടക്കം ആ അഭിപ്രായം തന്നെയാണല്ലോ ഉള്ളത്. എത്ര വലിയ സമരം നടന്നാലും ഈ സ്മൃതി ഇറാനിയോ ബംഗാരു ദത്താത്രേയോ അപ്പാറാവോ അടക്കമുള്ള ആളുകൾക്ക് യാതൊരു ക്ഷീണവും ഉണ്ടാവുകയില്ല. ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം, നിങ്ങൾ രാഷ്ട്രീയത്തിന് പുറത്തുള്ള സംഘടനകളെല്ലാം ചേർന്ന് നിന്ന് ഒപ്പം നിന്നാൽ തന്നെയും ഇവരുടെ മനസ്സ് മാറ്റാൻ, ഈ സർക്കാരിൻ്റെ മനസ്സ് മാറ്റാൻ സാധിക്കുകയില്ല. ആ നിലക്ക് എവിടെ ചെന്നായിരിക്കും ഈ സമരത്തിന് പര്യവസാനം ഉണ്ടാവുക? ഒരു തരത്തിലും അഭിസംബോധന ചെയ്യാൻ തയ്യാറാകാതെ ഇത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്ന അഭിപ്രായം അങ്ങനെ തന്നെ മനസ്സിൽ വെച്ച് നിൽക്കുന്ന ഒരു സർക്കാരിനെതിരെ എത്ര വലിയ കൂട്ടായ്മ ഉണ്ടായിട്ടെന്താണ്? നേരത്തെ തന്നെ ജാതിപരവും മതപരവുമായ ധാരാളം വിവേചനങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു ഇത്തരം കലാശാലകളിലെ ഈ വിദ്യാർത്ഥികൾ. പിന്നീട് BJP സർക്കാർ വന്നപ്പോൾ സംഭവിച്ചത്, അവരവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ രാജ്യദ്രോഹം തന്നെയാണ്, ദേശവിരുദ്ധതയാണ് എന്ന് ആക്ഷേപിക്കുകയും അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാൻ അവകാശമില്ല, അവരെ പുറത്താക്കണം എന്ന് ഉന്നയിക്കുകയുമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രോഹിത് വെമുല എന്ന വിദ്യാർത്ഥിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. പക്ഷെ ആ സമരത്തിൽ അതിനുശേഷം രോഹിത് വെമുലയുടെ ആത്മഹത്യയെ തുടർന്ന് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പൊട്ടിപ്പുറപ്പെട്ട വലിയ പ്രക്ഷോഭത്തെ പല രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ അവഗണിക്കാനും അടിച്ചമർത്താനും ശ്രമിച്ചു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സർവകലാശാലയിൽ അതിന് സമാനമായ ഒരു സമരം, പ്രതികരണം പൊട്ടിപ്പുറപ്പെടുകയാണ്. അവിടെ വിദ്യാർത്ഥികൾ വളരെ ധീരമായിട്ട് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയുടെ നയങ്ങളെയും സംഘ് പരിവാറിൻ്റെ രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യുകയാണ്.
അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളോടെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ആക്ടിവിസ്റ്റുകൾ, മനുഷ്യാവകാശ കൂട്ടായ്മകൾ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെല്ലാം തെരുവിലിറങ്ങുകയും അതിൻ്റെ വലിയ ഒരു പ്രകടനം എന്ന നിലയിൽ രാജ്യ തലസ്ഥാനത്ത് തന്നെ അവരിന്ന് സംഘടിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം കൂട്ടായ്മകൾ, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് സ്വാഭാവികമായും ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വലിയ ശുഭപ്രതീക്ഷയുണ്ട്. നമുക്ക് ഇന്ത്യയുടെ ജനങ്ങളിൽ നമുക്ക് വലിയ ശുഭപ്രതീക്ഷയുണ്ട്. അപ്പോൾ തന്നെയും ശ്രീ ഷാക്കിർ ഈ മുഖ്യധാരാ പാർട്ടികൾ ഇപ്പോൾ മുഖ്യശത്രു ശ്രീ ഷാക്കിർ അപ്പോൾ തന്നെയും ഇപ്പോൾ മുഖ്യശത്രു നരേന്ദ്രമോദി സർക്കാർ, BJPയുടെ രാഷ്ട്രീയ പക്ഷം അവിടെ ഉണ്ട് എന്നതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെയും ഈ ജാതീയമായിട്ടുള്ള കാര്യങ്ങളിൽ സംഘപരിവാരത്തിൻ്റെ മനസ്സ് തന്നെ ഒരർത്ഥത്തിൽ സൂക്ഷിക്കുന്ന, ഒരളവോളമെങ്കിലും സൂക്ഷിക്കുന്ന മറ്റു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണല്ലോ. അവർക്ക് ഏത് നിലക്കാണ് രോഹിത് വെമുലയുടെ ആത്മഹത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയത്തെ ഒന്നിച്ചു നിന്ന് കൊണ്ടുപോകാനാവുക? കോൺഗ്രസ്, മുഖ്യധാര ഇടതുകക്ഷികൾ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, ഇവർക്കൊക്കെ ഏത് നിലക്കാണ് ഈ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാവുക? ഒപ്പം BSP പോലുള്ള ഒപ്പം നിൽക്കേണ്ടുന്ന സംഘടനകൾ മുഖ്യധാരയിൽ ഇവർക്കൊപ്പം ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ സംഘടിത രൂപങ്ങൾക്കൊപ്പം ഇല്ലാത്ത വസ്തുത കൂടെ പരിഗണിക്കേണ്ടതല്ലേ? ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ പ്രതിരോധ മുന്നണിയുടെ സൂക്ഷ്മ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിശകലനങ്ങൾ നടത്തിയാൽ ഇത്തരം ധാരാളം പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അതേസമയത്ത് ഒരു പൊതുശത്രുവിനെതിരായ രാജ്യം അനുഭവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിക്കെതിരായി ഇത്തരം ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു എന്നത് തന്നെ വലിയ ശുഭപ്രതീക്ഷയാണ്. സ്വാഭാവികമായും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നാളിതുവരെ ജാതിയെക്കുറിച്ചും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതപരമായ വിവേചനങ്ങളെക്കുറിച്ചും ഈ വിദ്യാർത്ഥി സമൂഹം തന്നെ ജാതിപരമായും മതപരമായും അവരനുഭവിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ചുമുള്ള തുറന്ന ചർച്ചകൾക്കും ആശയ രൂപീകരണങ്ങൾക്കും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അജണ്ട രൂപീകരണങ്ങൾക്കും സന്നദ്ധമാവുകയാണ് ഈ സമരങ്ങളുടെ തുടർച്ചയിൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്. ഒന്നുമില്ല, നമ്മുടെ ഇത്തരം സർവകലാശാലകളിൽ നിന്ന് ജാതി വിവേചനത്തിൻ്റെയും മതപരമായ വിവേചനത്തിൻ്റെയും പേരിൽ പിരിഞ്ഞു പോകേണ്ടി വന്ന, കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ കൊഴിഞ്ഞു പോയ വിദ്യാർത്ഥികളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഈ മതപരവും ജാതിപരവുമായ വിവേചനങ്ങളുടെ ആഴം നമുക്ക് മനസ്സിലാകും. ഒരിക്കലും പ്രാക്ടീസിങ് മുസ്ലിം അല്ലാതിരുന്ന നാസ്തികനായ റാഡിക്കൽ ലെഫ്റ്റാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഉമർ ഖാലിദിന് പോലും ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ മുസ്ലിമായി എന്നെനിക്ക് ബോധ്യപ്പെട്ടു, എന്നെ ഈ രാജ്യത്തിലുള്ള പല ആളുകളും മാധ്യമങ്ങൾ മുസ്ലിമാക്കി എന്ന് പറയേണ്ടി വന്നത് നമ്മുടെ രാജ്യത്തും നമ്മുടെ ക്യാമ്പസുകളിലുമൊക്കെ നിലനിൽക്കുന്ന ജാതിപരവും മതപരവുമായ വിവേചനമുണ്ട് എന്ന യാഥാർത്ഥ്യമാണത് കാണിക്കുന്നത്. അതിനെ കൂടി ഉൾക്കൊള്ളാനുള്ള വിശാലതയിലേക്ക് ഈ ചർച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വികസിപ്പിക്കണം എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. അതാണ് ശ്രീ KVS ഹരിദാസ്. പരസ്പരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും രോഹിത് വെമുലയുടെ ആത്മഹത്യ അടക്കമുള്ള സംഗതികൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള വിവക്ഷകൾ വളരെ വലുതാണ് എന്നതും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. എത്ര ശക്തമായി ഇതിനെ എതിരിടാൻ നിന്നാലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്, വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ, വിജയിച്ചു നിൽക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അല്ല സനീഷ, ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് ഇപ്പോൾ. ഒന്നിപ്പോൾ മറ്റ് സോളിഡാരിറ്റിയുടെ സുഹൃത്ത് സൂചിപ്പിച്ച ഒരു അവഗണനയുടെയും മറ്റുമുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ കലാശാലകളിൽ എല്ലാവർക്കും പഠിക്കാനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള അവകാശം വേണം. അതിനെക്കുറിച്ച് യാതൊരു തർക്കമില്ല. ഒരു കുട്ടി പോലും അവഗണന കൊണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള അവഗണന കൊണ്ട് ക്യാമ്പസ് വിട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്തരം കാര്യങ്ങളിൽ BJPക്ക് രണ്ട് നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കേന്ദ്ര സർക്കാരിനും അങ്ങനെ ഒരു നിലപാടില്ല. കാരണം ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ സ്മൃതി ഇറാനി കൊടുത്ത ഡയറക്ഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹൈദരാബാദ് സംഭവത്തിന് ശേഷം അത്തരം ഒരു പ്രശ്നം ഒരു ക്യാമ്പസിലും ഉണ്ടാകാൻ പാടില്ല, ആ ഒരു തർക്കമില്ല. പക്ഷെ ഉണ്ടാവുന്നുണ്ട്, നമുക്കൊക്കെ അറിയാം, പല ഭാഗത്തും ഉണ്ടാവുന്നുണ്ട്. കേരളത്തിൽ പോലും പലപ്പോഴും നമ്മൾ അത്തരം സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് തടയപ്പെടണം. അതിന് വേണ്ട നടപടികൾ അതാത് ക്യാമ്പസുകളിൽ തന്നെ ഉണ്ടാവണം. അല്ലാതെ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഒരു HRD മിനിസ്ട്രിക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല.
അത് മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കും. പക്ഷേ ക്യാമ്പസുകളിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തണം. സനീഷ്, ഞാൻ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. അത് നടക്കും വിചാരിച്ചാൽ. കാരണം റാഗിങ് നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എത്രയോ നിരപരാധികൾ റാഗിങ്ങിന് ഇരയായിട്ടുണ്ട്. പലപ്പോഴും പലരും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ? പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സുപ്രീം കോടതി ശക്തമായ നിലപാടെടുത്തു. റാഗിങ് നടന്നാൽ ആ നടന്ന വിവരം റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതാത് കോളേജിൻ്റെ മേധാവികൾക്കായി. പ്രിൻസിപ്പലിന് ഉത്തരവാദിത്തം വന്നു, ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിലെ വാർഡന് ഉത്തരവാദിത്തം വന്നു. അങ്ങനെ ശക്തമായ നിലപാടെടുക്കുകയും അതിനൊപ്പം തന്നെ എല്ലാ കോളേജുകളിലും ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്തു. ഇന്ന് റാഗിങ്ങിൻ്റെ എണ്ണം വളരെ കുറഞ്ഞിട്ടില്ലേ? പല ക്യാമ്പസുകളിലും, ഉത്തരേന്ത്യൻ കോളേജുകളിൽ പോലും ക്യാമ്പസുകളിൽ പോലും റാഗിങ് വളരെ പരിമിതമായിട്ടുണ്ടെന്ന്. നമ്മൾ ചില കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങിയാൽ, കൂട്ടായ്മയുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണത്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ റോജി എം ജോൺ, നമുക്ക് ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കഴിയണം. KVS ഹരിദാസ്, താങ്കളുടെ പോയിന്റ് വ്യക്തമാണ്. ശ്രീ റോജി എം ജോൺ, വിശാലമായ പൊതു താല്പര്യം, അദ്ദേഹം ഈ ഉദാഹരണമായി പറഞ്ഞതടക്കം വിശാലമായ പൊതു താല്പര്യം എന്ന നിലക്കാണ് രാജ്യത്തിന് മുന്നിൽ നരേന്ദ്രമോദി സർക്കാർ, BJP അവരുടെ പോയിന്റുകളെ സ്ഥാപിക്കാൻ പോകുന്നത്. നാളെ ഇപ്പോൾ അത് അടുത്ത ദിവസങ്ങളിൽ പാർലമെന്റിനകത്ത് അതവർ വളരെ ശക്തമായി ഉന്നയിക്കും. രാജ്യദ്രോഹം എന്നത് അതിശക്തമായ നടപടികൾ എടുക്കേണ്ടുന്ന സംഗതിയല്ലേ എന്നവർ നാട്ടുകാരോട് ചോദിക്കുകയും അതിന് പൊതുസമ്മതി വാങ്ങിക്കുകയും ചെയ്യും. എങ്ങനെയാണ് എതിരിടുക? ഇവര് രാജ്യസ്നേഹത്തിന്റെയും ദേശഭക്തിയുടെയും ഒക്കെ മൊത്ത കച്ചവടം ഇപ്പൊ RSSകാരും സംഘപരിവാരും BJPക്കാരും ഒക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്കെതിരെ നിൽക്കുന്ന ആളുകളെല്ലാം ദേശദ്രോഹികളാണ് എന്ന് മുദ്ര കുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആരും സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, ആരും RSSനെ ചോദ്യം ചെയ്യാൻ പാടില്ല, യൂണിവേഴ്സിറ്റികളുടെ ഭരണത്തിൽ മേലെ ഇവരുടെ കടന്നുകയറ്റത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ശ്രീ ഹരിദാസ് ബഹുമാനായ ഹരിദാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞു, യൂണിവേഴ്സിറ്റികളിൽ റാഗിംഗ് പോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ വിവേചനങ്ങൾ പരിഹരിക്കുവാനുള്ള സംവിധാനങ്ങൾ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവണം. നിങ്ങൾ യൂണിവേഴ്സിറ്റികളെ സ്വതന്ത്രമായി നടത്തുവാനും അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യാനും അനുവദിക്കാതെ യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണാവകാശങ്ങളിലേക്ക് കടന്നു കയറുകയും അവിടെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ എങ്ങനെ യൂണിവേഴ്സിറ്റികൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും? ഇവിടെ ഇന്ന് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതിയെ കൊണ്ട് ഈ സർക്കാർ പറയിപ്പിച്ചു, പാർലമെന്റിൽ നമുക്ക് ചർച്ചയും സംവാദങ്ങളും ഒക്കെ വേണമെന്ന്. ഇപ്പൊ പാർലമെന്റിന് പുറത്ത് ഒരു ചർച്ചയ്ക്കും സംവാദത്തിനുമുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സർക്കാരിന് സാധിക്കാത്തിടത്തോളം കാലം എങ്ങനെയാണ് നമുക്ക് രാജ്യത്ത് വിഷയങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നത്? ഇപ്പൊ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ച വിഷയം, അവിടെ യൂണിവേഴ്സിറ്റിയുടെ സ്വയം സംവിധാനങ്ങൾ അനുസരിച്ചിട്ട് ആ വിഷയം പരിഹരിക്കുവാൻ ഇവർ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രോഹിത് വെമുല ഇന്ന് മരണപ്പെടുകയില്ലായിരുന്നു. നമ്മളിവിടെ സമരം നടത്തുന്നു, ഇവിടെ രാജ്യത്ത് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇപ്പൊ രോഹിത് നമ്മളെ വിട്ടുപോയി, അദ്ദേഹം ഇനി തിരിച്ചു വരില്ല. നമ്മളിവിടെ സമരം നടത്തുന്നത് ഇനിയൊരു രോഹിത് ഈ രാജ്യത്ത്, രോഹിത് വെമുല ഇനി ഈ രാജ്യത്ത് ഉണ്ടാവരുത് എന്ന് അതിയായി ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് സമരം നടത്തുന്ന ഈ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്നത്. ഇവർ ഒരുപക്ഷെ രാജിവെക്കാൻ കൂട്ടായില്ലെന്ന് വരും, അല്ലെങ്കിൽ വൈസ് ചാൻസലറെ സംരക്ഷിക്കുന്ന നടപടിയും മന്ത്രിമാരെ സംരക്ഷിക്കുന്ന നടപടിയുമായിട്ട് ഇവർ മുന്നോട്ട് പോകും. പക്ഷേ ഒരു കാര്യം മറക്കരുത്, കാരണം ഇത് ജനം കാണുകയാണ്. ഇവിടെ ബീഹാറിലെ ജനങ്ങൾ വിധിയെഴുതി. ഇതിന്റെ വിധിയെഴുത്ത് എന്ന് പറയുന്നത് ഈ സമരം നമ്മൾ നീതി ലഭിക്കുന്നോടം വരെ, രോഹിത് വെമുലയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നോടം വരെ ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ സർക്കാർ വഴങ്ങാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവിടെ നമുക്ക് ആരെയും കയറി സർക്കാരിലോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെ കയറി പോലീസിനെ ഉപയോഗിച്ച് നമുക്ക് പിടിക്കാൻ സാധിക്കില്ലല്ലോ. അവർക്ക് മറുപടി കൊടുക്കേണ്ടത് ജനം മറുപടി കൊടുക്കും. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീരാഗ്, രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വം വെറുതെയായി പോവുകയില്ല. അദ്ദേഹം പ്രതീക്ഷിച്ച, സ്വപ്നം കണ്ട വിവേചനങ്ങളില്ലാത്ത നാളെ സമരങ്ങളിലൂടെ നേടിയെടുക്കാനാകുമെന്ന പൂർണ്ണ ആത്മവിശ്വാസം ഈ ഘട്ടത്തിലും എങ്ങനെയാണ് സൂക്ഷിക്കാനാവുക? ശരിയാണ്, വിദ്യാർത്ഥികളുടെ വലിയ തോതിലുള്ള കൂട്ടായ്മയുണ്ട്, സംഘടനാതീതമായിട്ട് ആളുകൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും അതിശക്തമായ നിലപാടിൽ ഉറച്ചൊരു സർക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ, കടുംപിടുത്തവുമായി നിൽക്കുമ്പോൾ എങ്ങനെ വിജയിക്കാമെന്നാണ്? കഴിഞ്ഞ 10-60 വർഷമായിട്ട് ഇന്ത്യയിൽ ഒട്ടാകെ അംബേദ്കറിന് ശേഷം നടന്നു വന്നിട്ടുള്ള എല്ലാ ദളിത് സംവാദങ്ങളും ദളിത് രാഷ്ട്രീയവും ദളിത് പ്രവർത്തനങ്ങളും ഇതുപോലുള്ള എല്ലാ അടിച്ചമർത്തലുകളും അത് അതിജീവിച്ച് തന്നെയാണ് ഇത്തരം മുന്നേറ്റങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി ഈ സമരം പൂർണ്ണ വിജയത്തിലെത്തും വരെ, അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും പൂർണ്ണ വിജയത്തിലെത്തും വരെ ഈ സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുമാത്രമല്ല, ഇത് ഒരു രോഹിത് ഇനി ഉണ്ടാകാതിരിക്കാനും ഈ
ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ദളിതുകളുടെയും അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. വളരെ വളരെ നന്ദി ശ്രീ ശ്രീരാഗ്, ശ്രീ KVS ഹരിദാസ്, ശ്രീ റോജി M ജോൺ, ശ്രീ MB രാജേഷ്, ശ്രീ T ഷാക്കിർ വേളം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വം, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ, അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ വലിയ തുറസ്സുകളിലേക്ക്, വലിയ രാഷ്ട്രീയമായ പോരാട്ടങ്ങളിലേക്ക് തന്നെ നയിക്കേണ്ടതാണ്. ഏത് നിലക്കാണ് ഭരണപക്ഷം ഇതിനെ കാണുന്നതെന്ന് സംബന്ധിച്ച് രണ്ടഭിപ്രായങ്ങൾക്കിടയില്ല. അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. എങ്കിൽ പോലും വരും ദിവസങ്ങളിലെ കൂട്ടായ്മകൾ, രാഷ്ട്രീയമായ കൂട്ടായ്മകൾ, സമരങ്ങൾ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടാക്കുമെന്ന് ഉറച്ചു തന്നെ വിശ്വസിക്കേണ്ട സാഹചര്യമാണുള്ളത്. വളരെ നന്ദി അതിഥികൾക്ക്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.